മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ ധ്രുവത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ധ്രുവയുടെ ബർത്ത്ഡേ അൺബോക്സ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഇപ്പോൾ എന്തായാലും ഇന്ന് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചു. ധ്രുവക്കുട്ടിക്ക് അൺബോക്സിങ് ഭയങ്കര ഇഷ്ടമുണ്ട്. അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അൺബോക്സ് ചെയ്ത് പിന്നെ തുറന്ന പുച്ചാല ഇത് ആർക്കെന്നാ കുഞ്ഞാണ്? ഇത് ധ്രുവക്കുട്ടിയുടെ വെല്ലിച്ചൻ ബിബിലിച്ചനും ബേസി വല്യമ്മയും അതുപോലെ തന്നെ ആദിച്ചേട്ടനും കൂടി തന്ന ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അവരൊന്നും ഇപ്പോൾ നാട്ടിലില്ല കേട്ടോ. പിന്നെ ആദ്യം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ തുറന്നു കേട്ടോ. ധ്രുവക്കുട്ടി ഇത് ആ ബോക്സ് കണ്ടപ്പോൾ തന്നെ സന്തോഷമായിട്ട്, കാരണം അതിൽ മയിൽപ്പീലികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മൂപ്പൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ ഡ്രസ്സാണ്, അപ്പോൾ നമുക്കറിയാം ബോക്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഡ്രസ്സാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് കഷ്ടപ്പെട്ടാണ് അത് ഒന്ന് സെലോട്ടപ്പൊക്കെ ഒന്ന് ഊരിക്കളഞ്ഞത്. ഒരു മിഡിയാണ് കേട്ടോ. കാണിച്ചോട്ടെ, ഡിഷ് ഉടുപ്പ് കാണിച്ചോട്ടെ. കാണിച്ചോട്ടെ കണ്ടാ ഇത് വെച്ചോട്ടെ. സ്വന്തത്തിന് തടിയില്ലാത്ത കാരണം പെട്ടെന്ന് വീട്ടിടാൻ പറ്റും. ടോപ്പ് കുറച്ച് ലൂസായിരിക്കും. കുഴപ്പമില്ല, ഇടാൻ പറ്റും. ഇത് നമ്മുടെ സുനി വല്യച്ഛനും ഗ്രീഷ്മ വല്യമ്മയും മധുചേട്ടനും അതുപോലെ തന്നെ സഞ്ജു വല്യച്ഛനും ഭാഗ്യ വല്യമ്മയും പാച്ചേട്ടനും കൂടി തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മെയ് മാസം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേസൊക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എല്ലാ ചേട്ടന്മാരുടെയും വീട്ടിലെല്ലാവരുടെയും ബർത്ത്ഡേ ഏതാണ്ട് മെയ് ജൂണിലൊക്കെയാണ് വരുന്നത്. പിന്നെ അടുത്തടുത്ത് നിറച്ച് ബർത്ത്ഡേസാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഗിഫ്റ്റ് വാങ്ങലും കൊടുക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഏകദേശം ഒരു സമയത്തൊക്കെ തന്നെയാണ് ബർത്ത്ഡേസ് വരുന്നത് കേട്ടോ പിള്ളേർ. അത് നല്ലൊരു കാര്യമാണ്. ഫോട്ടോ കണ്ടോ? അങ്ങനെയൊക്കെ ഞാൻ സ്പിൻ ചെയ്തിട്ട് വേണ്ട സ്റ്റാക്ക് ചെയ്യാൻ. അങ്ങനെ പറ്റില്ല. തിരിക്കി. അപ്പൊ ഇതാണ് ഗിഫ്റ്റ്. ഇനി നമ്മൾക്ക് ഇത് അടുത്ത ഗിഫ്റ്റ് തുറന്നു നോക്കാം. പിന്നെ ഇത് തുറന്നു നോക്കാം. ഇത് ധ്രുവക്കുട്ടിയുടെ അമ്മ എൻ്റെ അമ്മ ധ്രുവക്കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മാമ്മ തന്നു. അപ്പം അമ്മാമ്മയുടെ വക വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അമ്മാമ്മ പൈസ തന്നിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനാണ് സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അമ്മാമ്മക്ക് ഇഷ്ടമാണ്. അമ്മാമ്മയുടെ ടേസ്റ്റ് തന്നെയാണ് എനിക്ക്. തുറന്നോക്കിയേ. അപ്പം ഞാൻ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഉടുപ്പ്. നീരാളി, ആനുമ്പ, ജീബ്ര. അപ്പോൾ അത് അമ്മയും ചേച്ചിക്ക് ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ബർത്ത്ഡേ ഒന്നും കൂടാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അമ്മ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ധ്രുവക്കുട്ടിക്ക് ഇല്ലാത്തൊരു മോഡലാണ് കേട്ടോ. ഈ ഒരു മോഡൽ കിട്ടാം. ഉടുപ്പുകൾ കുറേ ഉണ്ടല്ലോ. ഈ ഒരു സംഭവം ഇല്ല. ജീൻസ് മോഡൽ. നിന്നെ കഴിച്ചോട്ടെ. അങ്ങനെ ഓക്കെ ഇന്നൊക്കെ ഇത് പഠിക്കാം. ഇതാണ് കേട്ടോ. ഇത്
ബിനോയ് വലിച്ചനും അതും ആദ്യം വന്നു. പോയിരിക്കണം ഉടനെ ഉടുപ്പ് ഉടുപ്പ് കാണിച്ചോട്ടെ. ഇത് സോനുണ്ട് അച്ചച്ചനുക അച്ചച്ചനോട് ഉടുപ്പ് വയ്ക്കേ. ഇത് അച്ചച്ചന്റെ ബാഗ് ഉടുപ്പ്, ഇത് വേറൊരു ഉടുപ്പ്. അമ്പോ അപ്പോൾ അത് അങ്ങനെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ദുർക്കുട്ടിയാണെങ്കിൽ പിന്നെ ഫുള്ള് ഇതാ കളിക്കാനുള്ള ഒരു മൂഡിലായിരിക്കാനാണ് കേട്ടോ. ഇതാണ് കേട്ടോ ദുർക്കുട്ടിയുടെ അച്ഛൻ കൊടുത്ത ഗിഫ്റ്റ്. അപ്പോൾ അത്രയൊക്കെ ഇടാൻ കേട്ടോ ഗിഫ്റ്റ്. അപ്പോൾ ദുർക്കുട്ടിക്ക് ഇഷ്ടമായ വീഡിയോയിൽ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ മതിയായിരിക്കും. സോനു ബൈ. ബൈ ടാറ്റാ.